വാട്സപ്പ് ഗായ്സ്, മൈ നെയിം ഇസ് റോഡി. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലൊരു ഹൈ പ്ലേസ് സീക്രട്ട് ബേസ്. എത്ര സീക്രട്ടൊന്നും ആയിരിക്കില്ല. നമ്മളതിന് ഇത്രയും മുകളിൽ മീഡിയം ബ്ലോക്സ് ഹൈറ്റിൽ നമുക്കൊരു ബേസ് ഉണ്ടാക്കാം. അത് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്കൊന്ന് ബേസ് ഉണ്ടാക്കി ബേസ് ഉണ്ടാക്കാം. ബേസ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. അരെ മുമ്പേ രാത്രിയായ നമുക്ക് ആർമർ മാച്ചാവില്ല. എൻ്റെ മേത്ത് ഞങ്ങൾക്ക് ഡയമണ്ട് ആർമർ മാച്ചാവില്ല. ചേഴൻ ആർമറിൻ്റെ മാച്ചാവില്ല. നമുക്ക് ഹാർഡ് കോർ വേൾഡ് ഒരുപാട് കഷ്ടപ്പെടണം. ഹാർഡ് കോർ വേൾഡിൽ കളിക്കണമെങ്കിൽ ബോ വേണം. ബോ ഇല്ലാണ്ട് നടക്കില്ല. ബോ എൻ്റെ വാളിനെക്കാട്ടി പവറുണ്ട് ബോ. ഇത് നോക്ക്, ഇപ്പോൾ നെതറൈറ്റ്സ് വാളിൻ്റെ 14 ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 11 ചെയ്യുന്നുണ്ട്. ഈ ഒരു അയൺ സ്വാഡ് 11 ചെയ്യുന്നുണ്ട്. അത് അഥവാ അത് നമുക്ക് മറ്റേ മോഡൽ നമ്മൾ ഇവിടെ ഹൈ പ്ലേസിൻ്റെ ലിഫ്റ്റ് എലിവേറ്റർ ഉണ്ടാക്കാൻ പോകും. മാർക്ക് ചെയ്ത് കാണിച്ചതാ. ഇവിടെ നമ്മൾ എലിവേറ്റർ വരും. മുകളിലേക്ക് ബിൽഡ് ചെയ്യാം. ബ്ലോക്ക് വേണ്ട. അവിടെ വാട്ടർ ബക്കറ്റ് വെള്ളം ഉണ്ടോ? ഉണ്ട്. പഠിക്കാൻ വേണ്ട. ആദ്യം ഒന്ന് ഉറങ്ങിയേക്കാം. എൻ്റെ ബെഡ് പോവേ. എൻ്റെ ബെഡ് എവിടെ? ഷീഷ്, എൻ്റെ ബെഡ് എവിടെ വെച്ച് മറന്നു? എവിടെ? സ്പൈഡറിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് തോന്നുന്നു. എന്താ വരുന്നുണ്ട്. ചങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് അടിച്ചിട്ടാവുന്നത്. നമുക്ക് നമ്മുടെ ബേസ് ഇങ്ങോട്ടല്ലേ? ആ മലയെവിടെയാ? മുകളിൽ കിട്ടുന്നില്ലല്ല. അങ്ങോട്ടല്ലേ? അല്ല, ഇങ്ങോട്ട്. സ്പൈഡറിനൊക്കെ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴേ പോന്നേക്കാം. എവിടെ കയറാ? എനിക്കത് കയറാൻ ആരോഗ്യമില്ലേ? ബെഡ് ഞാൻ ഇവിടെ വെച്ച് ഞാൻ ആദ്യം ഇവിടെ ആക്കാൻ പോയെ. എവിടെ ഇങ്ങനത്തെ ഒരു ആകൃതിയിലേ വരുക അതിലേക്ക്. പക്ഷെ മറ്റേ പിസ്റ്റൺ ഇപ്പം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന ബെഡ് എവിടെയായിട്ടും ഇല്ലേ? ഷീൽഡില്ല ബ്രോ. 2 മിനിറ്റ് വീട്. അവിടെ ആ കുഞ്ഞു തോമ്പി കൊച്ചാക്കാൻ തന്നെ അറിയാം. ആ കുഞ്ഞു തോമ്പി ആയിരിക്കും. ഞാൻ ബെഡ് എടുക്കട്ടെ. ബെഡ് നമുക്ക് ഈ വഴി പോവാം. ഈ വഴി പാർക്കോർ ചെയ്യാം. ഇവിടെ മൗണ്ടൻ ഹൗസ് ആക്കാൻ നോക്കി. ഇത് ആവുന്നില്ല, നടക്കുന്നില്ല. ബെഡ് കാണില്ല. അതുകൊണ്ട് നമുക്ക് മുകളിൽ ഹൈറ്റിലേക്ക് ബിൽഡ് ചെയ്യാം. സ്ഥലത്തേക്ക് വരും. അവിടെ ബാക്കിൽ നിന്ന് എയറോയിലും വരുന്നു. ഓട്. നിങ്ങൾ കേൾക്കുന്നത് എക്സ്ട്രാ ലൈഫ് എങ്ങനെയാണ്? അത് ബാക്ക് പാക്കിൻ്റെ ഓർമ്മ നമുക്ക് അറിയില്ല. അതാണ് എക്സ്ട്രാ ലൈഫ് അത് തരുക. അത് നമുക്ക് കൊണ്ടുവരും പോകുന്നു. അതിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. കിട്ടിപ്പോയി. ബേസ് കിട്ടി. എത്ര ഹൈറ്റിൽ വെക്കും? 1 2 3 4 5 6 8 9 10. മീഡിയം ഹൈറ്റിൽ വെക്കാം. നമുക്ക് എത്ര 300 ബ്ലോക്ക് ആ ഹൈറ്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഓക്കെ ഗൈസ്, അവൻ്റെ ഞാൻ ബ്ലോക്ക് എടുക്കാണ്ട് വന്നേ. ഇപ്പോൾ ഓർമ്മ വന്നെ. എനിക്ക് കോമ്പസ്റ്റോ ഉണ്ടാകുന്നുണ്ട്. 38 എൻ്റെ എടുക്കുക. അവിടെ എവിടെ നിന്ന് ഗ്ലിച്ച് ആയിട്ടില്ല. എൻ്റെ ഒരു തോട്ടം പോവും. വാട്ടർ ഗ്ലിച്ച് ഉപയോഗിക്കും. എനിക്ക് ഗോൾഡ് എൻ്റെ കാര്യം താല്പര്യമില്ല. അതുകൊണ്ടാണ് ബ്ലോക്കും പോയി. ഒരു ബ്ലോക്ക് എക്സ്ട്രാ നമ്മൾ ഈ ഹൈറ്റിൽ വീടുണ്ടാക്കും. അല്ല വേണ്ട, കുറച്ചും കൂടി ഹൈറ്റിലൊക്കെ.
ഈ ഫുൾ ബ്ലോക്ക് വെച്ച് ഓക്കെ ഒരു മീഡിയം. ഇത് പുതിയ വെർഷനാണ്, നമുക്ക് പേടിയില്ല. കാർമേഘത്തിൻ്റെ ഹൈറ്റിന് മുകളിൽ വാങ്ങാം നമുക്ക്. ഓക്കെ, ഇത്ര ഹൈറ്റിൽ നമുക്ക് ഒരു വീടുണ്ടാവും നമ്മളെ. ഇനി ഹൈറ്റ് കുറച്ചും കൂടെ ഹൈറ്റ് ആക്കും. വാട്ടർ വീട്ടിൽ എൻ്റെ തോട്ടം പോകും. ഇനിയും തോട്ടം ഉണ്ടല്ലോ, ഒരു ബാഗിലുണ്ട് ഞാൻ തോട്ടം തോന്നുന്നു. റെഡി റെഡി ഗെറ്റ് സെറ്റ് ഗോ. ഗ്ലിച്ചായി ചട്ടിക്കായതാ പഠിക്കണ്ട. ഞാൻ വെച്ച് പിടുന്ന് ഞാൻ വിചാരിച്ചായിരിക്കും. അതിന് വീട് വരെ പോയിട്ട് മൈൻഡ് ചെയ്യണം. അങ്ങനെയല്ല, ഇത് നമുക്കൊരു ബാഗ് എടുത്തിട്ട് വരാം. ഒരു ബാഗും കൂടി എടുത്തിട്ട് ബാഗ് എടുക്കാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഇതൊക്കെ ലൂട്ടിങ്ങൊരു സാളുണ്ട്. ഈ സോംബീസ് ഓരോന്ന് ബാഗ് എടുത്ത് വരും. എനിക്ക് ഇച്ചിരി ബാഗ് എടുക്കാം. നിങ്ങൾക്കൊന്നും ബാഗില്ല, ഞങ്ങൾക്ക് ബാഗ് എടുക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത്രയും കാണില്ല, എന്നിട്ട് 22 ബാഗ് എടുത്ത് വരുന്ന കേട്ടോ. എൻ്റെ ഇൻവെൻട്രി ഫുള്ളായി ബാഗ് ആണ്. അവനൊന്നും വീട്ടിലുണ്ടാവില്ല ബാഗ്. പിന്നെ വെള്ളം ഇട്ടിട്ടില്ല, ഞാൻ മുകളിൽ കയറുക. ബ്ലോക്ക് വെച്ച് കയറിയതില്ലേ. ശ്രദ്ധിക്കില്ല, ഒരിക്കലും കുറച്ച് വർഷം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതൊന്നും യൂസ് ചെയ്ത് നോക്കാം ചോടെ പോലെ. അതിൻ്റെ വില്ലേജേഴ്സ് പഴയ വീട് ആ കുറച്ച് വില്ലേജേഴ്സ് സോംബിയായി. ഇനി ഞാൻ ശരിയാക്കാൻ വേണ്ടി അതിൻ്റെ ഫുള്ള് ഞാൻ എൻഡിലേക്ക് പോകാൻ പറ്റിയ ഇൻട്രപ്പളിൽ വെച്ച് ഞാൻ അത് ഫുള്ള് കളഞ്ഞുണ്ട് പോഷനാക്കിയിട്ട്. അനക്കറിയില്ലായിരുന്നു പോഷനൊക്കെ എത്രയൊന്നും വേണ്ടെന്ന്. ഫുള്ള് കൊണ്ടുപോയി എലിറ്റ് എൻ്റെ കയ്യിലത് ഗ്ലിച്ചായി. എന്നിട്ട് അടുത്ത ഞാൻ പുറത്തേക്ക് വരുന്നില്ല. അറിയാണ്ട് അതായത് ഈ പിക്കക്സിനൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. എഫിഷ്യൻസി 5 വേഗം പൊട്ടുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ എപ്പം വീഡിയോ ആക്കും. ഞാൻ കണ്ടിട്ടില്ല, ഷീൽഡ് കൊടുക്കാണ്ട് ഞാൻ പറഞ്ഞത്. അവിടെ ക്യാമറ തിരിയടാ. പണ്ടൊക്കെ ഇൻ്റർപാൾ ഉണ്ടാവില്ല, കുറച്ചെണ്ണം 16 അല്ലെങ്കിൽ ഒരു ഇൻ്റർപാളുണ്ട് ടെസ്റ്റിൽ. ലൂട്ടിങ് സോഡ കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇൻ്റർപാൾ ഉപയോഗിക്കാം. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ ഐലൻഡിലേക്കാണ് പോകുന്നുണ്ട്. അടുത്തേക്ക് നമുക്ക് ഇങ്ങനെ പള്ളം തന്നെ പോകും. അടുത്തേക്ക് പോകും. അവിടെ വേഗം പള്ളു വീടാ. അവിടെ ടൈമിങ് ക്രിപ്പർ സ്പാർക്കായി അയാൾ അങ്ങോട്ട് സ്പോണായി. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ ഇവിടുന്ന് പള്ളം തന്നാൽ മതി. അല്ല, പള്ളൊന്നും വേണ്ട. ഇവിടെ ഒരു എൻ്റെ ബേസ് ഉണ്ടാവില്ല. സീക്രട്ട് വഴി എൻ്റെ കൈ. ഓക്കെ, അല്ല സ്കൂ ഗൈസ് മില്ല കിട്ടി. കിട്ടി നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് ത്രെഡ് നമ്മളാണ് മറ്റേത്. മൊജാങ്ങിൻ്റെ തലപണ്ട ഇങ്ങനെ വെക്കാൻ പാടുണ്ടോ മൊജാങ്? അയ്യോ, ഇവിടെ ഒരു ബാഗ് വേണമല്ലോ. ഒരു ബാഗ് ഉണ്ടാവില്ല. ഇവിടെ ഇല്ലേ? എൻ്റെ എൻജോയ്മെൻറ്റ് ബേസിനും ആയില്ല. ചെറിയ എൻജോയ്മെൻറ്റ് ഒരുപാട് ബുക്കുകളത്തെ ആക്കി. മെയിൻറ്റെയിൻ ആ വില്ലേജ് കണ്ടൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് കഷ്ടപ്പാട്. ഫുൾ അയൺ കുക്ക് ചെയ്യാൻ വെച്ചാൽ ഫുൾ അയൺ കുക്ക് ചെയ്യാൻ വെച്ചു. ഒരുപാട് ആവശ്യം വരും. ഓട്ടോമാറ്റിക് ഫാംസ് ഒരുപാട് അതിന് മുകളിലാക്കാനുണ്ട്. അതിൻ്റെ വീഡിയോ വേണം സബ്സ്ക്രൈബ് ചെയ്യ്. ഈ സ്ഥലത്ത് മുകളിൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരുപാട് ഫാംസ് ആക്കും നമ്മൾ. എനിക്കിപ്പം വേണ്ട ഒരു ബാഗ് കോമ്പസ്റ്റോൺ ഫുൾ നോക്കിക്കൊണ്ടിരുന്നു. ബാഗ്സ് അത് സ്ട്രിങ്ങെല്ലാം രണ്ട് കൈ കുത്തിക്കറ്റി ഞാൻ ഇവിടെ ബാഗ് ഇടുന്നുണ്ട്. ഒരു ബാഗ് കിട്ടി. പിന്നെ ബാഗ് വേണം. നിങ്ങൾക്ക് ഒരു കാര്യം ചേട്ടാ, ഇത്രയും ദിവസം തന്നെ വീഡിയോ വരാൻ ഞാൻ കാണിച്ച നെറ്റല്ലേ. നെറ്റും ഉണ്ടല്ലോ, നെറ്റാണ്ടിക്കില്ല. അങ്ങനത്തെ സംഭവം ഇപ്പം നടത്തിട്ടില്ലേ. എനിക്ക് അത്ര എമറേഡ് കാണണം ഫുൾ ടൈം. ഈ വില്ലേജർ ഫുൾ അപ്ഗ്രേഡ് ആവുന്നത്. അത് അപ്ഗ്രേഡായി ലാസ്റ്റ് അതിൻ്റെ വലിപ്പളി
എന്തായതെന്ന് വെച്ചാൽ അതിന് സോംബി കൊന്നു. അറിയാണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അത് നേരെ ഈ വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ട്. അത് നേരെ പുറത്തേക്ക് പുറത്തുനിന്ന് സോംബി പണി. ഞാൻ എന്താ എടുത്ത് ഞാൻ വെറുതെ വിടുമോ? അല്ല കാണിച്ചൊന്നുമില്ലല്ലോ. ഇത് കണ്ടേ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്ര കിട്ടിയിട്ടില്ല പറഞ്ഞു. റൈറ്റിംഗ് കട്ട് ഇന്നും ബാക്കിയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ കഴിയും. ഇതിന് ഡയമണ്ട് ഉണ്ടായിട്ടില്ല നെതറൈറ്റ് പിക്കാക്സ് കിട്ടുമ്പോൾ. അതേ നെതറൈറ്റ് ആക്കി പിക്കാക്സ് ഒക്കെ മൈൻഡ് ചെയ്യാൻ പോയത് ഡയമണ്ട് സോർച്ച്. എന്നിട്ട് ഞാൻ ഫോർച്യൂൺ ഒപ്പിച്ച്. ഫോർച്യൂണൊക്കെ റെയിലാണ് കിട്ടിയത്. ഷാഫ്റ്റ് ഇതിനെ കിട്ടിയാൽ ഓർമ്മ ചെയ്യുന്നില്ല. അല്ല ഫോർച്യൂൺ അല്ല, അൺബ്രേക്കിംഗ് ആയിട്ട് മൈൻ ഷാഫ്റ്റിന് അൺബ്രേക്കിങ്ങിൽ 6 കിട്ടി. അതിൽ അൺബ്രേക്കിങ് ഫിറ്റാക്കി. മെൻഡിങ് ഫിറ്റാക്കി. മെൻഡിങ് താഴത്തെ വില്ലേജറാണ്. അതെ ഞാൻ കാണിച്ചത് ആ വില്ലേജർ. അവിടെ ഇതെന്ത് ഇതിൻ്റെ അകത്ത് കയറി പോകുന്നേ? ഓക്കെ, ഇന്നത്തേക്ക് വീഡിയോ എത്ര മാത്രം മതി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.